ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് കണക്ക് കൂട്ടലും കിഴിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിലേവർക്കും അറിയേണ്ടത് BJP എത്രത്തോളം കടന്നു കയറും. ഇതൊരു തൂക്ക് സഭയിലേക്കാണോ 2026 പോകുന്നത് എന്നൊക്കെ സംശയമുണ്ട്. BJP ഏതാണ്ട് ഒരു 36 മണ്ഡലങ്ങൾ ഒരു പ്രത്യേക ക്ലാസ് ആയിട്ട് തന്നെ തിരിച്ചിരിക്കുകയാണ്. ഈ 36 നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ട് കിട്ടി എന്നുള്ള കണക്കെടുത്തുകൊണ്ട് അവിടെ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കാൻ പോവുകയാണ്. ഒരു 20 മണ്ഡലം വരെ BJP പിടിച്ചെടുക്കും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും ഉണ്ട്. എങ്ങനെ കാണുന്നുണ്ട് താങ്കൾ? തൂക്കുസഭയൊന്നും വരത്തില്ല. BJPക്ക് ഏറ്റവും കുറഞ്ഞ 2 സീറ്റ് കിട്ടും. ഏറ്റവും കുറഞ്ഞതാണ്, അതൊരു 10 സീറ്റ് വരെ വരാം. ഈ 2 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് നിയമമാണ് ഏറ്റവും ആദ്യം കിട്ടാവുന്നത്, രണ്ടാമത് വട്ടിയൂർക്കാവ്, പിന്നെ മൂന്നാമത് കഴക്കൂട്ടം, നാലാമത് കാട്ടാക്കട, പിന്നെ ഈ 4 സീറ്റാണ് തിരുവനന്തപുരത്ത് കിട്ടാവുന്നത്, പരമാവധിയാണ്. ഈ 2 ഏകദേശം ഉറപ്പാണ്. പിന്നെ ഇതിന് പുറത്ത് കിട്ടാവുന്നത് മഞ്ചേശ്വരം കിട്ടാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ വളരെ കുറച്ച് 89 വോട്ടിന് 2016 തോറ്റതാണ്. പിന്നെ തൃശ്ശൂർ സിറ്റി മണ്ഡലമുണ്ട്, അത് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അവിടെ 3ാം സ്ഥാനമേ ഉള്ളൂ BJPക്ക്. അത് എന്നാലും ചിലപ്പോൾ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഈ പത്മജയെ ഒന്ന് നിർത്തിയാൽ പോരാ, കുറച്ചുകൂടെ നല്ല ഒരു പ്രതിച്ഛായുള്ള നേതാവിനെ. പിന്നെ അതുപോലെ ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ ഒക്കെ നിന്നാ ജയിക്കും. അതിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതാണ്ട് കായംകുളത്ത് നിന്നാൽ ജയിക്കും. അത് കായംകുളത്ത് നിന്നാലും ജയിക്കും. തൃശ്ശൂര് പുതുക്കാട് നിന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മണലൂര് നിന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അവരെവിടെയെ നിർത്തുന്നെന്ന് അറിഞ്ഞുകൂടാ. അവരെ ഒരിക്കലും സ്ഥിരമായിട്ട് ഒരിടത്ത് നിർത്താൻ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയായിരുന്നു പാർലമെന്റിൽ ആലപ്പുഴയിൽ നിന്നും, അതിനു മുമ്പ് ആറ്റിങ്ങൽ കൊണ്ടു നിർത്തി. ആറ്റിങ്ങൽ നിന്നും, അതിനിടയ്ക്ക് കഴക്കൂട്ടം അസംബ്ലി നിന്നും ഒരിടത്തും സ്ഥിരതയില്ല. സ്ഥിരമായിട്ട് ഒരിടത്ത് സുരേഷ് ഗോപി നിന്നതുപോലെ നിന്നാലും ജയിക്കും ഉറപ്പാണ്. അവരെവിടെ ചെന്നാലും വോട്ട് പിടിക്കാനുള്ള കഴിവുണ്ട്. 5 കൊല്ലം ഉറച്ചു നിന്നാൽ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ 10 സീറ്റ് പിന്നെ BJP സീറ്റ് വരെ പരമാവധി കിട്ടാം. അതിൽ കൂടുതൽ ഇപ്പോൾ കിട്ടാൻ സാധ്യത കാണുന്നില്ല. അവർക്ക് 40,000 വോട്ടോളം കിട്ടുന്ന പല മണ്ഡലങ്ങളും ഉണ്ട്. പലയിടങ്ങളിലും 40,000-ന് മുകളിൽ 6,000 ഒക്കെ ഉണ്ട്. നേമത്ത് ഏതാണ്ട് 47, 48 വരെ വന്നിട്ടുണ്ട്. അതുപോലെ വട്ടിയൂർക്കാവിലും വന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ അത്രയും ഇല്ല. കാട്ടാക്കടയും ഉണ്ട്. പിന്നെ അതുപോലെ തിരുവനന്തപുരം സെൻട്രലിലും രക്ഷയില്ല BJPക്ക്. അതുപോലെ നമ്മൾ മറ്റിടങ്ങളിൽ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരൊക്കെ നല്ലപോലെ വോട്ട് പിടിക്കും. പക്ഷെ ജയത്തിലൊന്നും വരികയില്ല. ആറന്മുളയൊക്കെ ജയസാധ്യതയില്ല. അതൊക്കെ ഇവരെവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും മറ്റ് 2 മുന്നണികളും കൂടെ ചേർന്ന് ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും. രണ്ടാമത് വരുന്ന സ്ഥാനാർത്ഥിക്ക് ബാക്കി എല്ലാവരും കൂടെ വോട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രവണതയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ജയിക്കാൻ അനുവദിക്കത്തില്ല. ഈ ചെങ്ങന്നൂരിലെ ഇപ്പോഴത്തെ കണക്കെടുക്കുമ്പോൾ 41,000 വോട്ടാണ് അവിടെ. ജയിക്കണേ ഇന്നത്തെ ഒരു കാലത്തെ ഒരു 50,000-ന് മേലുണ്ടെങ്കിലേ ജയിക്കത്തുള്ളൂ. അല്ല, ഈ ത്രികോണ മത്സരം വന്നാൽ പോലും. ഇതിപ്പം തദ്ദേശത്തിന്റെ ഒരു പാറ്റേൺ ആണ്. നിയമസഭയിൽ വരുമ്പോൾ ഈ പാറ്റേൺ ഒന്നും മാറും. അത് മാറ്റം വരും. ഒരുപക്ഷെ പിണറായി വിരുദ്ധ തരംഗം ശക്തമായി അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിണറായി വിരുദ്ധ തരംഗം അടിച്ചു കഴിഞ്ഞാൽ ഈ UDF 110 സീറ്റ് വരെ കിട്ടും. അതിശക്തമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ എൻ്റെ കണക്കനുസരിച്ച് 80-നും 90-നും ഇടയ്ക്ക് സീറ്റാണ്. 80-90 വരെ റേഞ്ചിൽ. അതിൽ LDF-ന് ഒരു 45 മുതൽ 45 മുതൽ 55 വരെ. BJPക്ക് ഒരു 2 മുതൽ 8 വരെ. ഇത്തരത്തിലായിരിക്കും. ഈ എറണാകുളം ജില്ലയിൽ അവിടെ പോലും BJP കടന്നു കയറിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ അവർക്ക് നല്ലതുണ്ട്. എന്നാലും അതൊക്കെ ജയിക്കാൻ പ്രയാസമാണ്. ഈ
അവരിപ്പോൾ ഈ 40 മുതൽ 45,000 വരെ വോട്ട് നേടിയ ഇടം അങ്ങനെ തിരിച്ചിട്ടുണ്ട്. 35,000 മുതൽ 40,000 വോട്ട് നേടിയതും 30,000 മുതൽ 35,000 വരെ വോട്ട് നേടിയ ഇങ്ങനെ തിരിച്ചുകൊണ്ടാണ് 36 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം ശക്തമായ ത്രികോണ മത്സരമായിരിക്കും, അതിന് സംശയം വേണ്ട. അവിടെ ആയിരിക്കും അട്ടിമറി നടക്കുന്നതല്ലേ. അതുകൊണ്ട് ചില സീറ്റുകൾ ഇത് BJP ഇത്രയും ശക്തമല്ലായിരുന്നെങ്കിലേ കോൺഗ്രസ് UDF തൂത്തുമായിരിക്കും. അതെ അതെ, കാരണം BJP പിടിച്ചെടുക്കുന്നത് UDFന്റെ നഷ്ടമായിരിക്കും. UDFന് LDFന്റെ കുറേ വോട്ട് പോകും, എന്നാലും കൂടുതൽ നഷ്ടം UDFനാണ് വരുന്നത്. അപ്പോൾ ഈ BJP ഇത്രയും ശക്തമായത് ഇപ്പോഴത്തെ സ്ഥിതിക്ക് UDFനാണ് ദോഷം വരുന്നത്. അതുപോലെ പിന്നെ CPMന്റെ വലിയ വേരോട്ടമുള്ള ഇടമാണ് മലമ്പുഴ. VS അച്യുതാനന്ദന്റെ മണ്ഡലം കൂടിയായി. അവിടെ 2ാം സ്ഥാനമുണ്ട് BJPക്ക്. 45,000 വോട്ട് നേടിയിട്ടുണ്ടെന്നാണ് കണക്ക്. കഴിഞ്ഞ 2 ഇലക്ഷനും അങ്ങനെയാണ്. അതുപോലെ കൊടുങ്ങല്ലൂരിലെ 36,000. അത് അവർക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഇത്തവണ കിട്ടിയില്ല. കഴിഞ്ഞ തവണത്തേനേക്കാൾ 1 സീറ്റോ 2 സീറ്റോ കുറവ്. അതൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പാർട്ടിയിലുണ്ടാക്കിയ ഒരുതരം അലംഭാവമാണെന്ന് തോന്നുന്നു. അല്പം കൂടി കരുതലോടുകൂടി പോയിരുന്നുവെങ്കിൽ. അത് അല്ല അതിന്റെ കാര്യം. ഈ ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് BJPയെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അത് 2ാം സ്ഥാനത്ത് വരുന്ന സ്ഥാനാർത്ഥിയെ മറ്റുള്ള എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അങ്ങനെ ഒരു തന്ത്രമുണ്ട് ഇതിനകത്ത്. അത് കേരളം മുഴുവനുള്ളതാണ്. അല്ലെങ്കിൽ ഈ മഞ്ചേശ്വരമൊക്കെ എന്നാ ജയിക്കേണ്ടതാണ്? 87 മുതൽ 82 മുതൽ BJP മഞ്ചേശ്വരത്ത് 2nd സ്ഥാനത്താണ് വന്നിരിക്കുന്നത്, 2ാം സ്ഥാനത്താണ്. ഇതുവരെ ജയിക്കാൻ പറ്റില്ല. കാസർഗോഡും അങ്ങനെ തന്നെയാണ്. ഈ കാസർഗോഡ് 87 മുതൽ 2ാം സ്ഥാനത്താണ്. അതെ. മഞ്ചേശ്വരത്ത് 82 മുതൽ 2ാം സ്ഥാനത്താണ്. അതുപോലെ വയനാട് ജില്ലയിൽ ബത്തേരിയിൽ 30,000 വോട്ട്. അതൊന്നും ജയിക്കാനതൊന്നും പോരാ. ജയിക്കാൻ 55,000 എങ്കിലും വേണം ഇപ്പോഴത്തെ ട്രയാങ്കുലർ ഫൈറ്റ് വന്നാൽ കണക്കനുസരിച്ച്. അതുപോലെ ഇവര് പിന്നെ കൊല്ലവും കരുനാഗപ്പള്ളിയും ചാത്തന്നൂരും കൊട്ടാരക്കര സാധ്യതയുണ്ട് ചെറുതായിട്ട്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത്, കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനമായിരുന്നു. ഈ കൊട്ടാരക്കര അത്ര സാധ്യത കാണുന്നുണ്ടോ? 36,000 വോട്ട് നേടി. അത് കൊട്ടാരക്കര ഒന്നും വിജയിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സ്ഥിതിക്ക്. അല്ല, അത് ഓൾറെഡി LDFന്റെ ഒരു അതെ LDF കഴിഞ്ഞ തവണ 20,000 അല്ല 20,000 ഇല്ല 10,000 ബാലഗോപാൽ ജയിച്ചു. അതിന് മുമ്പ് 40,000 ഐഷാപൊറ്റി ജയിച്ചു. ഐഷാപൊറ്റി പക്ഷേ ഇപ്പൊ പാർട്ടിയുമായിട്ട് പാർട്ടിന്ന് മാറി നിൽക്കുക, സജീവമല്ല. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഐഷാപൊറ്റി വരുമെന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ കുണ്ടറയും പറയുന്നുണ്ട്. കുണ്ടറയില് അത്രയും സാധ്യത കയറി വരുന്നുണ്ടോ? കുണ്ടറയിൽ കോൺഗ്രസ് ജയിക്കും. ഇയാള് വിഷ്ണുനാഥ് നല്ല ജനകീയനാണ്. മേഴ്സിക്കുട്ടിയോടുള്ള ഒരു എതിർപ്പിലാണല്ലോ അന്ന് കയറി വന്നത്. പുള്ളി അത് 5 കൊല്ലം MLA ആയപ്പോഴേ അവിടെ നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിഷ്ണുനാഥ് തന്നെ ജയിക്കും. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് കുണ്ടറയിലെ LDFനാണ് ലീഡ്. പക്ഷേ അസംബ്ലി വരുമ്പോൾ അത് തിരിച്ചു മാറി. അപ്പോൾ എന്തായാലും ഭരണം UDFിലേക്ക് തന്നെ ഉറപ്പാണ്. UDFന് 80-നും 90-നും ഇടയ്ക്ക് ഉറപ്പാണ്. അത് ഞാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിലമ്പൂർ അന്നേരം ഈ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ അത് ഇപ്പോൾ ശബരിമല ഇഷ്യൂവിലെ ഈ കടകംപള്ളി സുരേന്ദ്രനെയോ ഒക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും മോശമാവും. സ്ഥിതി മോശമായി വരും. സ്ഥിതി മോശമാവും. കാരണം വരുന്ന വാർത്തകളെല്ലാം അത്തരത്തിൽ CPMന് എതിരായിട്ടുള്ളതാണ്. അതെ അതെ. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാം, ഇപ്പോഴത്തെ മന്ത്രി വാസവനെ അറസ്റ്റ് ചെയ്യാം. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. പിന്നെ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അത് അറസ്റ്റ് ചെയ്താൽ ഒക്കെ ഇവർക്കെതിരാകും. കൂടുതൽ പ്രതിസന്ധിയായിരിക്കും. അത് നമുക്കിപ്പം പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ. ഏതായാലും ഞാനീ പറഞ്ഞ 80 സീറ്റിൽ കുറയത്തില്ല. ഈ UDF തൂക്കുസഭയൊന്നും വരത്തില്ല. അത് ഇപ്പോൾ നമ്മൾ എറണാകുളത്തെയൊക്കെ സ്ഥിതി പരിശോധിച്ചാലേ അവിടെ 2020 നല്ല വോട്ടുള്ളതാണ്. അവരെ പോലും ഇത്തവണ തോൽപ്പിച്ചത്. കാരണം
ഈ CPM എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് മാറ്റണമെന്നുള്ള നിർബന്ധം ജനങ്ങൾക്കുണ്ട്, മടുത്ത്. അപ്പോൾ ഏതെങ്കിലും കാര്യം കൊണ്ട് CPM ജയിക്കരുത്, അതിനു വേണ്ടി അവർ UDF വോട്ട് ചെയ്ത. അല്ല, UDF നേതാക്കളുടെ കഴിവൊന്നും അല്ല ഇതൊന്നും, മനഃപൂർവ്വം ജയിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് ജയിക്കണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ ജയിപ്പിക്കുക. അല്ലെങ്കിൽ ഈ 2020 അവിടെ നല്ല സ്വാധീനമുള്ളതാണ്. 2020 വിരോധം കൊണ്ട് തോറ്റതല്ലത്. എനിക്ക് അത്ഭുതം, ഈ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ഇത്രയും ഇത് സംഭവങ്ങളുണ്ടായിട്ടും LDF പിടിച്ചു നിൽക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയും LDF ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ സീറ്റ് കുറഞ്ഞു കേട്ടോ, സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. സീറ്റ് തിരുവനന്തപുരത്ത് UDF 5 സീറ്റ് കിടന്നാണ് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത്. ഇപ്പോൾ അത് 13ആയി, നല്ല പുരോഗതിയല്ലേ. കൊല്ലത്താണെങ്കിൽ UDF 4 സീറ്റ് കിടന്നത് ഇപ്പോൾ 9ആയി, ഇരട്ടിക്കുള്ളിലായിട്ടേ. ആലപ്പുഴ വെറും 2 സീറ്റായിരുന്നു UDF ജില്ലാ പഞ്ചായത്തിൽ, ഇപ്പോൾ അത് 9ആയി. എന്നാലും ഭൂരിപക്ഷം ഉണ്ടല്ലോ. ഇത്രയൊക്കെ സംഭവം കോൺഗ്രസിൻ്റെ കാലത്താണെങ്കിലേ കച്ചവടാൻ പറ്റുമോ? വലിയ അത്ഭുതമാണത്, ഇത്രയും സീറ്റ് കിട്ടിയത്. ഈ കുറേ ജില്ലകളിലുണ്ടല്ലോ, അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, ഈ 6 ജില്ലകളിലെ LDF മേധാവിത്വം ഉള്ളൂ. പക്ഷേ ഈ ജില്ലകളിലെല്ലാം അവരുടെ സീറ്റ് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. UDF സീറ്റ് കൂടിയിട്ടുമുണ്ട്. BJPക്ക് ഇതിലൊരു നഷ്ടം വന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് 2 വാർഡിലായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 2020. ഇപ്പോൾ കാസർഗോഡ് 2 ഉണ്ടായിരുന്നു, 1 കുറഞ്ഞു. പിന്നെ അവർക്ക് BJPക്കുള്ള ഗുണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയത് അവർക്കൊരു വിജയമാണ്. പിന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അവർ ഭരണം കിട്ടിയില്ലെങ്കിലും നല്ല ശക്തിയാണ്, 20 കൂടുതൽ കൗൺസിലർമാരുണ്ട്. പിന്നെ അതുകൂടാതെ ചെങ്ങന്നൂർ, മാവേലിക്കര, ഈ മുനിസിപ്പാലിറ്റികളൊക്കെ നല്ലപോലെ ശക്തി വന്നിട്ടുണ്ട്. പിന്നെ കൊല്ലം കോർപ്പറേഷനിൽ 6 എണ്ണം കിടന്ന ഇപ്പോൾ 13ആയി BJPക്ക്. കോഴിക്കോട് കോർപ്പറേഷനിൽ 6 എണ്ണം കിടന്നത് ഇപ്പം 14ആയി തോന്നുന്നു. കണ്ണൂരാണ് ഇതിലും അത്ഭുതം, ഒരു വാർഡ് ജയിച്ചിട്ട് ഇപ്പോൾ 4 വാർഡായി. പക്ഷേ തൃശ്ശൂർ ഇതിനൊക്കെ പുരോഗതി ഉണ്ടായിട്ടില്ല. തൃശ്ശൂരും 6 കൗൺസിലർ കിടന്ന് ഇപ്പോൾ 8 ആയിട്ടുള്ളൂ. അതൊരു നോർമൽ കോഴ്സിൽ വരുന്നതല്ലേ. സുരേഷ് ഗോപി ഇഫക്റ്റ് അവിടെ തൃശ്ശൂർ ഒട്ടും വന്നിട്ടില്ല. എറണാകുളത്തും ഇല്ല, 6 എണ്ണം കിടന്ന് 7 എണ്ണം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവർക്കുള്ള വിജയം തിരുവനന്തപുരം കോർപ്പറേഷനും പിന്നെ മറ്റേ കൊല്ലം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു 8 സീറ്റ് വരെ BJPക്ക് പരമാവധി 8 സീറ്റ് പ്രതീക്ഷിക്കും. ഏറ്റവും കുറഞ്ഞാൽ 2 സീറ്റ്. ഓക്കെ. പിന്നെ ഒരു LDF വിരുദ്ധതരം കടമാനം വീശിയാൽ ചിലപ്പം BJPയുടെ സീറ്റും കൂടിയെന്ന് വരാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.